ഹലോ, എൻ്റെ പേര് വിഷുപ്രിയാണ്. ഞാൻ വയനാട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ പറ്റി അറിയാം, കുറച്ചൊക്കെ പേർക്ക് അറിയാൻ തോന്നുന്നു. പ്രസീദ് കുമാർ അവരുടെ ഭാര്യയാണ്. ഞാനും പ്രസേട്ടനും വന്ന് 10 വർഷം മുമ്പ് ഈ അഗ്രികൾച്ചർ മീൻസ് വന്നിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ അഗ്രികൾച്ചർ ഫീൽഡിൽ വന്നിട്ട് നമ്മുടെ വയനാട്ടിൽ വന്നിട്ട് ഒരു 3-4 വെറൈറ്റി റൈസാണ് ഉള്ളത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതുപോലെ വന്നിട്ട് ഇത്രയും കുറവുള്ള റൈസാണ്. അപ്പോൾ ഞങ്ങൾ നെറ്റിലടിച്ച് നോക്കുമ്പോൾ മുമ്പൊക്കെ വന്ന് ഒരുപാട് 1000-ന് മുകളിൽ റൈസ് വെറൈറ്റീസ് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ട് നശിച്ചു പോയി കാലപ്പോക്കിൽ. പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് പറഞ്ഞ് ഒരു സ്റ്റേറ്റിലായിട്ട് പോയി. ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര അങ്ങനെയൊക്കെ പോയിട്ട് ഒരുപാട് നെൽവിത്തിൽ കളക്ട് ചെയ്തിട്ട് വയനാട്ടിൽ നമ്മൾ വിത്ത് വിതച്ചിട്ട് അതിൽ ഒരുപാട് നെൽവിത്ത് കിട്ടി. ഇപ്പോൾ ഞങ്ങളുടെ കളക്ഷനിൽ 350 വെറൈറ്റി നെൽവിത്തുകളുണ്ട്. അത് കണ്ടിട്ട് സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്തത്, ഞങ്ങൾക്ക് റൈസ് മ്യൂസിയം വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആക്കി തന്നു. ആദ്യത്തെ കേരളത്തിലെ റൈസ് മ്യൂസിയമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ദ്രൗപദി മുർമുറാണ് കൊടുത്തത്. പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഇതിനെക്കുറിച്ചിട്ട് റൈസ് മ്യൂസിയം വന്നു. ഇവർക്ക് അവാർഡും കിട്ടി. അടുത്തത് വന്നിട്ട് ഞങ്ങൾക്ക് വന്നിട്ട് ഇത് മാത്രമല്ല, ഇപ്പോൾ ജപ്പാൻ, ചൈനയിൽ മാത്രമാണ് ഈ പാടി ആർട്ട് ഉണ്ടാവും. ഈ പാടി ആർട്ട് മീൻസ് വയൽ ചിത്രം വരയ്ക്കുന്നത്. അത് ഒരുപാട് റിസ്ക് ആണെന്ന് വിചാരിച്ചു. പക്ഷേ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ എല്ലാ പാടത്തും ചെയ്യുന്നില്ല, നമുക്കത് ട്രൈ ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഞങ്ങൾ പാടി ആർട്ട് ചെയ്തു. ഇപ്പോൾ 11ാമത്തെ ചിത്രം മോദിയാണ് വരച്ചത്. മൊത്തം 11ാമത്തെ ചിത്രമാണ്. ഓരോരോ വർഷം ഓരോരോ ചിത്രമാണ് ഞങ്ങൾ വയലിൽ വന്നിട്ട് ചിത്രമായിട്ട് വരയുന്നത്. പിന്നെ വന്നിട്ട് ഈ നെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ അരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് റൈസ്, രക്തശാലി, കൃഷ്ണ കൈമുഴക, നവര, ഇതുപോലെ വന്നിട്ട് ഔഷധ ഗുണമാണ്. നമുക്ക് വന്നിട്ട് ഒരുപാട് ഹെൽത്തുള്ള ഫുഡാണ്. അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതെന്നും എൻ്റെ ഭർത്താവിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇങ്ങനെയും ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആരോഗ്യമാണ് മുഖ്യം. ഒരുപാട് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ആരോഗ്യം നന്നാവും. പിന്നെ ഇപ്പോൾ വരുന്ന തലമുറയ്ക്കും നല്ലതാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് PG കുട്ടികളില്ലേ, PG പഠിക്കുന്ന അഗ്രികൾച്ചർ PG കുട്ടികളൊക്കെ വന്ന് ഡോക്ടറേറ്റ് ചെയ്യാൻ അവിടെയാണ് വരുന്നത്. എൻ്റെ വീട് സുൽത്താൻ ബത്തേരി കന്യക തുണിക്കടയുടെ ബാക്കിലാണ്. അവിടെ റൈസ് മ്യൂസിയം ഉണ്ട്, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. പിന്നെ പ്രസീദ് കുമാർ പാടി ആർട്ട് പറഞ്ഞാൽ വീഡിയോയിൽ വരും. പിന്നെ കേരള റൈസ് മ്യൂസിയം എന്ന് ചെയ്താലും റൈസ് മ്യൂസിയത്തിൻ്റെ പിക്ചർ എല്ലാം ഡീറ്റെയിൽസൊക്കെ വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വീട്ടിൽ വന്നിട്ട് അരി മേടിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. അത്രയേ ഉള്ളൂ.